മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 11/6/1994 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവാതിരയാണ് നക്ഷത്രം. തിരുവാതിര 4-ാം പാദം. കന്നി ലഗ്നം. 2-ൽ വ്യാഴം രാഹു. 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ ശനി. 7 ശൂന്യം. 8-ൽ കുജൻ കേതു. 9-ൽ സൂര്യൻ. 10-ൽ ചന്ദ്രൻ ഗുളികൻ ബുധൻ. 11-ൽ ശുക്രൻ. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. ഡിവോഴ്സ് സംഭവിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത്. എന്തുകൊണ്ടാണത്? ലഗ്നാൽ 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം വ്യാഴം 2-ൽ രാഹുവിനോടൊത്ത് ഗുരു ചണ്ഡാള യോഗം ചെയ്തു നിൽക്കുന്നു. പ്രസ്തുത 7-ലേക്ക് രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടിയും അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ കൂടാണിവിടെ. കർക്കിടകത്തിൽ വർഗോത്തമം ചെയ്തു നിൽക്കുകയും ചെയ്യുന്നു. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കർക്കിടകത്തിലെ ശുക്രനെ പ്രത്യേകം കരുതണം. വ്യാഴദൃഷ്ടിയൊന്നും ഇല്ലാതാണ് നിൽക്കുന്നതെങ്കിൽ അത് സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മേഖല തന്നെയാണ്. ഇവിടെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിനോടൊത്ത് ഒക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ അതല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രവർത്തികൾ കൈമുതലായിട്ടുള്ള ആളുകൾ പാർട്ട്ണറുടെ സ്ഥാനത്ത് വരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. അത് പിന്നീട് അറിയുകയുണ്ടായി. അതിൽ പിന്നീട് തർക്കങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നീട് അത് ഡിവോഴ്സിൽ കലാശിക്കുകയുമാണ് ചെയ്തത്. പൊതുവേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. ലഗ്നാൽ 10-ൽ. ഇവിടെ ലഗ്നാധിപൻ ഭദ്രായോഗമുണ്ട് എന്ന് പറയുമ്പോഴും അത് ഗുളികനോടൊത്ത് ശത്രു ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന സമയത്ത് എത്രമാത്രം ആ ഭദ്രായോഗം വർക്കാകുമെന്ന് കണ്ട് തന്നെ അറിയണം. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വിഘാതം അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിക്കുന്നതിന് പ്രസ്തുത ഗുളികൻ ചന്ദ്രൻ കോമ്പിനേഷൻ അവിടെ ഇടയാക്കും. മാത്രവുമല്ല ലഗ്നാധിപനോടൊത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് തന്നെ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകാം. കാരണം ഗുളിക ഭവനാധിപനായ ബുധനാണ് എന്ന് വെച്ചാൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ഗുളികൻ വസിക്കുന്നു. നിർഭാഗ്യവശാൽ അത് തന്നെ ലഗ്നാധിപനായി വരികയും ചെയ്തു. എല്ലാത്തിനും പരിഹാരം അരുളേണ്ടുന്ന വ്യാഴമാകട്ടെ രാഹുവിനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ പവറിനെ സാരമായി ബാധിക്കും എന്ന് സാരം. അപ്പോൾ അതിനനുസരിച്ച് പ്രശ്നങ്ങളുടെ തോത് കൂടിയിരിക്കുകയും അത് പരിഹരിക്കാനുള്ള തോത് കുറഞ്ഞിരിക്കുകയും ചെയ്യും. ഇത് നേരത്തെ കൂട്ടി തന്നെ കണിശമായിട്ടും കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തി പരിഹാരങ്ങൾ എടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയായിരുന്നു. അതൊന്നും സാധിക്കാത്തത് കൊണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സ് എല്ലാം തന്നെ വളരെ വേഗത്തിൽ ഈ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി 7-ലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെക്കൊണ്ടുള്ള നെഗറ്റീവ്സ് വളരെ വേഗത്തിൽ സംഭവിക്കുന്നതായിട്ട് ധാരാളം പേർക്ക് കണ്ട് വരാറുണ്ട്. രാഹു പൊതുവേ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വളരെ വേഗത കാണിക്കുകയും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുന്നതിന് അല്പം പിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രബല ഛായാഗ്രഹം ആണ്. ഈ വ്യാഴം രാഹു കോമ്പിനേഷൻ പൊതുവേ തീർത്തും നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ അത് 4-ൻ്റെയും 7-ൻ്റെയും ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. വീടിൻ്റെ സ്ഥാനമാണ് 4. അതിനോടൊത്തൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ വീട് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, വഴക്കുകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ഇറിറ്റേഷൻസ്. മാത്രവുമല്ല ഈ ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ, മനസ്സിൻ്റെ കാരകൻ ചന്ദ്രൻ, അതിനോടൊത്ത് നേരത്തെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഗുളികൻ രാഹു കേതു. അതുപോലെ തന്നെ ഏതെങ്കിലും മോശമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും, അതല്ലെങ്കിൽ കലുഷിതമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ചിന്തിക്കേണ്ടതോ പറയേണ്ടതോ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടിക്കടി അല്ലെങ്കിൽ തുടരെ അല്ലെങ്കിൽ ഇടവിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിനെ അത് ബാധിക്കുകയും ചെയ്യും നെഗറ്റീവായിട്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ ടെൻഷൻ ആവുക, അതല്ലെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കുക, അതല്ലെങ്കിൽ അധികമായിട്ട് ഓവർ തിങ്കിങ് നടത്തുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഈ ഗുളികൻ ചന്ദ്രൻ കോമ്പിനേഷൻ കൊണ്ട് ഉണ്ടായി കാണാറുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെ വിളിക്കാറുണ്ട്. ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ ഒന്നുകൊണ്ട് തന്നെ ഇപ്പോൾ 5-ലൊക്കെ ലഗ്നാൽ 5-ലൊക്കെ ചന്ദ്രൻ ഗുളികൻ ഒന്നിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമായിട്ട് കാണാറുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ചന്ദ്രൻ ഗുളികൻ. അതിനോടൊത്ത് ലഗ്നാധിപനും കൂടെ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി തന്നെ കൃത്യമായിട്ടും അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തി മുന്നോട്ട് പോയാൽ മാത്രമേ അത്തരം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ വലിയ തട്ടുകേടുകളില്ലാതെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സഹായിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല ലഗ്നാൽ 8-ൽ നിൽക്കുന്നത് കുജനാണ്. സ്വന്തം ക്ഷേത്രത്തിലാണ്. എന്നിരുന്നാൽ കൂടെ അവിടെ കേതുവുണ്ട്. അതുപോലെ തന്നെ രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ 6-ൽ നിന്നുകൊണ്ടുള്ള ശനിയുടെ 3-ാമത്തെ ദൃഷ്ടിയും കുജനിലേക്ക് വരുന്നുണ്ട്. ശനിയുടെ ദൃഷ്ടി കുജനിലേക്ക് വരുന്നത് ഒട്ടും നല്ലതല്ല. പൊതുവേ തിരിച്ചാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പ്രസ്തുത ശനിയുടെ മേടത്തിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് അവിടെ എത്തുമ്പോൾ നീച ദൃഷ്ടിയാണ്. അതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ, അതായത് 7ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്ന ഇടത്തേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അതും തീർത്തും നല്ലതേയല്ല. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ, ഗുളികൻ, ബുധൻ നിൽക്കുന്ന ഇടത്തേക്ക് രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഛായാഗ്രഹങ്ങളുടെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വിവാഹ സംബന്ധമായിട്ടൊക്കെ നെഗറ്റീവ്സ് ഉണ്ടാകുന്നുവെങ്കിൽ, അതല്ല എങ്കിൽ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം ഗ്രഹനിലയിൽ ഉണ്ടാകാം. അതിനോട് ചേർക്കേണ്ടുന്ന ഗ്രഹനിലകളുണ്ട്. അത് ചേർക്കേണ്ടതായിട്ടുള്ള ഗ്രഹനിലകൾ ചേർത്ത് കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ഒരു 30-40% നെഗറ്റീവ്സ് മാത്രം ഫേസ് ചെയ്ത് ഒരു 50-60% വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽപ്പെട്ട ആളുകളും ധാരാളമായിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ചേർക്കേണ്ടുന്ന ഗ്രഹനിലകൾ ഇവിടെ വളരെ പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ചും 7ാം ഭാവാധിപനൊക്കെ രാഹുവിനോടൊത്ത് നിൽക്കുന്നു, 7ലേക്ക് തന്നെ രാഹു ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ചേർക്കേണ്ടുന്ന ഗ്രഹനിലകൾക്ക് ഒരു കണക്കുണ്ട്. ആ കണക്കിൽ തന്നെ അത് കൃത്യമായി ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വിവാഹം നടത്തുന്ന സമയം, ദശ, അതല്ലെങ്കിൽ ഏത് അപഹാരം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. തീർത്തും മോശമായിട്ടുള്ള രാഹുവിൻ്റെ അപഹാരം അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരം പോലെയുള്ള അപഹാരങ്ങളിലൊക്കെ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ പോയി വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് ബുദ്ധിമുട്ടാണ്, നിലനിൽക്കാൻ പ്രയാസം തന്നെയാണ്. രാഹുവിൻ്റെ ദൃഷ്ടിയൊക്കെ 7ലേക്ക് വരുന്നത് കൊണ്ട് എല്ലാം വേഗത്തിലാക്കി കൊടുക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പ്രദാനം ചെയ്യുന്നതിന് രാഹുവിന് പ്രത്യേക വേഗത ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പം പിശുക്ക് സ്വഭാവം കാണിക്കുകയും ചെയ്യും. അപ്പോൾ ജാഗ്രതയോടെ, അതല്ലെങ്കിൽ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വരുന്നയാളുടെ സ്വഭാവമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചേരാൻ പറ്റും അല്ലെങ്കിൽ ചേർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരുന്നു. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. അത് പിന്നീട് ഡിവോഴ്സിൽ കലാശിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രാഹുദശയിൽ ജനിച്ചു. തിരുവാതിരയാണ് നക്ഷത്രം, 95 വരെ രാഹു, അതിനുശേഷം വ്യാഴം 2011 വരെ, അതിനുശേഷം ശനി 2030 വരെ, അതിനുശേഷം ബുധൻ 2047 വരെ, ശേഷം കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ ശനിയിൽ രാഹുവാണ്, 6ലെ ശനി. അതുപോലെ തന്നെ വ്യാഴത്തോടൊത്ത് നിൽക്കുന്ന രാഹു. പൊതുവേ രാഹുവിൽ ശനിയുടെ അപഹാരമായാലും ശനിയിൽ രാഹുവിൻ്റെ അപഹാരമായാലും വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ചും 2024 സെപ്റ്റംബർ 30 തൊട്ട് 2027 ഓഗസ്റ്റ് 7 വരെയുള്ള കാലഘട്ടമാണ് ശനിയിൽ രാഹുവിൻ്റെ അപഹാരം. ധനസ്ഥാനത്ത് 7ാം ഭാവാധിപനോടൊത്ത് നിൽക്കുന്ന രാഹു. ഇനിയാണെങ്കിലും വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നു എങ്കിൽ ഒരു പ്രത്യേകം ശ്രദ്ധ, കരുതൽ, കൃത്യമായിട്ട് ചേർക്കുന്ന അല്ലെങ്കിൽ ചേരുന്ന ജാതകങ്ങൾ മാത്രം പരിഗണിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാത്ത പക്ഷം ആവർത്തിച്ച അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റൊരു രൂപത്തിൽ, ഭാവത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിന് നിലവിൽ ജോലി ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ലഗ്നാൽ 10ൽ ഭദ്രായോഗം കൊടുത്ത് ബുധൻ നിൽക്കുന്ന ഒരാൾക്ക് ജോലിയില്ല എന്ന് പറയുമ്പോൾ ആ ഭദ്രായോഗത്തെയും വെട്ടുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ തൊഴിൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിൽ പ്രധാനമാണ് ഗുളിക ഭവനാധിപനായിട്ടുള്ള ബുധൻ. ലഗ്നാധിപനാണ്, അത് 10ൽ തന്നെ നിൽക്കുന്നു, ബുധൻ്റെ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്നു. അവിടെ ചന്ദ്രനും നിൽക്കുന്നു, മനസ്സിൻ്റെ കാരകൻ നിൽക്കുന്നു. അപ്പോൾ ജോലി കിട്ടിയാൽ തന്നെ ഏതെങ്കിലും രീതിയിൽ അത് തട്ടിത്തെറിച്ച് പോകുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെല്ലാം വേണ്ടുന്ന കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക, വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്ത് പോകേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.